സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റജബിലെ ആദ്യ പത്തിൽ ചൊല്ലേണ്ട ദിക്ർ എന്താ? റജബിലെ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്. രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്. മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്. അത് 100 തവണ ഒരാൾ ചൊല്ലിയാൽ അവന് നൽകപ്പെടുന്ന പ്രതിഫലം ഒരാൾക്കും വിവരിക്കാൻ സാധിക്കില്ല. ചൊല്ലേണ്ട ദിക്ർ എന്താ? നോക്കൂ മുഅ്മിനീങ്ങളെ, ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. എങ്ങനെ ചൊല്ലണം? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 100 തവണ ചൊല്ലണം. ഇപ്പൊ നാം നിൽക്കുന്ന ഇപ്പോഴുള്ള ഈ പത്തിൽ നാം ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. 100 തവണ ചൊല്ലണേ, വലിയ പ്രതിഫലമാണ്. രണ്ടാമത്തെ പത്തിൽ എന്താ ചൊല്ലേണ്ടത് മുഅ്മിനീങ്ങളെ? സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. ഇത് 100 തവണ രണ്ടാമത്തെ പത്തിൽ ചൊല്ലണം. മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റോ സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. ഇതും 100 തവണ മൂന്നാമത്തെ പത്തിൽ ചൊല്ലിയാൽ അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒരാൾക്കും വിവരിക്കാൻ കഴിയില്ല. അത്രയും നല്ല പവറാണ്, അത്രയും നല്ല കൂലിയാണ് ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്നു. ആരാ പറഞ്ഞത്? ലോകനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,